നമ്മുടെ നാട്ടിലെ വാഹന ഉടമകളുടെ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാഹനം കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. വാഹന പരിരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് വാഹനം കഴുകി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. വാഹനം സൂക്ഷിക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ജലമാണ്. ഏറ്റവും അമൂല്യമായ ജലസമ്പത്ത് 4-5 മുതൽ 8 ലിറ്റർ വരെ നമ്മളൊരു വാഹനം കഴുകാൻ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ വളരെ കുറഞ്ഞ അളവിൽ ഒരു ലിറ്ററിനുള്ളിൽ വെള്ളം വെച്ചിട്ട് നമുക്കൊരു വാഹനം എങ്ങനെ കഴുകാമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വാഹനം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളവും പിന്നെ സിലിക്കൺ ഇമൾഷനുമാണ്. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ മുകളിലുള്ള ഡേർട്ട് ക്ലീൻ ചെയ്ത് അഴുക്കൊന്ന് സെറ്റ് ഡൗൺ ആണെന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം സിലിക്കൺ അടിച്ച് അതിനെ വൈപ്പ് ചെയ്തെടുക്കുന്നു. അതാണ് ഇതിൻ്റെ ടെക്നോളജി. ഇത് വണ്ടിക്കൊരു എക്സ്ട്രാ ഷൈൻ തരികയും ഈ അഴുക്കെടുത്ത് വണ്ടി വൃത്തിയായിട്ട് കാണാൻ ഭംഗിയുള്ളതായിട്ട് ചുരുങ്ങിയ ചിലവിൽ ചെയ്യാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡെമോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണ്. അതിനകത്ത് വാഹനത്തിൽ നമ്മൾ സ്പ്രേ ചെയ്ത് വെറുതെ വെള്ളം ഒഴിച്ചിട്ട് അവിടെ സെറ്റ് ഡൗൺ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമുള്ള അഴുക്ക്. അപ്പോൾ അത് സിലിക്കൺ അടിക്കുമ്പോൾ സ്ക്രാച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആദ്യം വെള്ളം അപ്ലൈ ചെയ്യുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യണം. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യണതാണ് സിലിക്കൺ. സിലിക്കൺ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ട് എടുത്ത് കളയാൻ കൂടെ അതിനൊപ്പം തന്നെ അതിനൊരു എക്സ്ട്രാ ഷൈൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ജർമ്മൻ പ്രോഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലിക്കൺ വാഷിന് നമ്മൾ ജർമ്മൻ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യണത്. ഇത് നമ്മൾ മൊത്തം ബോഡിയിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങാൻ വിടും. ഉണങ്ങാൻ വിട്ടതിന് ശേഷം അത് നമ്മൾ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കും. അതാണ് അതിൻ്റെ പ്രോസസ്സ്. വാഹനം വൃത്തിയാക്കുമ്പോൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗമാണ് വാഹനത്തിൻ്റെ ടയർ വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഏറ്റവും ശ്രമകരമായ കാര്യം തന്നെയാണ്. നമ്മളിത് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ടയർ ആദ്യം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ടയർ റീസ്റ്റോറർ അല്ലെങ്കിൽ നമ്മൾ റബ്ബർ റീസ്റ്റോറർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ടയറിനും ഒരു എക്സ്ട്രാ ഷൈൻ കിട്ടി വണ്ടിയുടെ തിളക്കത്തിനൊപ്പം തന്നെ നിലനിൽക്കുന്നതാണ്. കാസ്റ്റ് സ്മൂത്ത് സിലിക്കൺ വാഷിൻ്റെ അടുത്ത പ്രോസസ്സാണ് ടയർ ഡ്രസ്സിങ്. ടയർ ഡ്രസ്സിങ്ങിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി കഴിഞ്ഞ ടയറിൽ ടയർ ഡ്രസ്സർ അപ്ലൈ ചെയ്യുകയും ടയറിന് ആഡഡ് ഷൈനും ആഡഡ് ഗ്ലീമും കൊടുക്കുകയും ചെയ്യും. വണ്ടി കാണാനായിട്ട് ടയർ കാണാൻ ഒന്നും കൂടി വൃത്തിയാകുകയും ചെയ്യും. സിലിക്കൺ വാഷിൻ്റെ അടുത്ത പ്രോസസ്സാണ് വിനൈൽ ട്രീറ്റ്മെൻറ്റ്. വിനൈൽ പാർട്സ്
റബ്ബർ പോലെ തന്നെ വിനൈൽ പാർട്സും നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്ത് അതിൽ വിനൈൽ ആപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് ഇതിനോടൊപ്പം തന്നെ ചെയ്തു പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർ സ്മൂത്തർ സിലിക്കൺ വാഷിൻ്റെ അടുത്ത പ്രോസസ്സിലുള്ള വിനൈൽ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വിനൈൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ വിനൈൽ പാർട്സിനെ തിളക്കം കൂട്ടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലീൻ ചെയ്ത ഗ്ലാസ്സിൽ നമ്മളിപ്പോൾ ഗ്ലാസ് ക്ലീനർ അപ്ലൈ ചെയ്യണം. ഗ്ലാസ് ക്ലീനിങ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ പെട്ടെന്ന് വെള്ളം കയറി പിടിക്കത്തില്ല. നോൺ സ്റ്റിക്കി കോട്ടിങ് പോലെ ആയിട്ട് നിൽക്കും. ഗ്ലാസ് എപ്പോഴും ഫ്രഷായിട്ട് നിൽക്കും. നമ്മൾ പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുകയാണ്. നമ്മൾ അപ്ലൈ ചെയ്ത സിലിക്കണിലെ റെസിഡ്യൂ നമ്മൾ തുടച്ചെടുക്കണം മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട്. നമ്മളെ വാഹനത്തിൽ ബോണറ്റിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബോണറ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന സിലിക്കണിൻ്റെ റെസിഡ്യൂ പാർട്സ് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് തുടച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ ഷൈൻ റീറ്റെയിൻ ചെയ്യണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ കാർ സ്മൂത്തർ സിലിക്കൺ വാഷ് ഉപയോഗിച്ച് അരമണിക്കൂർ കൊണ്ട് ഒരു വാഹനം മൊത്തമായി കഴുകി. ഇതിനാകെ നമുക്ക് ചിലവായത് 1 ലിറ്ററിൽ താഴെ വെള്ളം മാത്രമാണ്. നിങ്ങളും പരീക്ഷിക്കുക. മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ്.